ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ചക്കരച്ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാവരും ചക്കരച്ചോറൊക്കെ റെഡിയാക്കി എടുത്തോ. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്തായാലും കുക്കറിലാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് അതും കൂടി ഒന്ന് പറയണേ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ചക്കരച്ചോറ് റെഡിയാക്കി എടുത്തതെന്ന് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. ഞാനിതിലേക്ക് ഒരു 5 ശർക്കര പൊടിച്ചിട്ട് ചേർത്തിട്ട് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അരി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മട്ട അരി കൊണ്ടൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് സംഭവം റെഡിയാക്കി കിട്ടും കേട്ടോ. ഒട്ടും കുഴഞ്ഞൊന്നും പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് നിറച്ചും വെള്ളം ഈ ഒരു ഗ്ലാസ്സിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഗ്യാസിലേക്ക് മാറ്റാം. അപ്പോൾ ഒറ്റ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് ഈ രീതിയിലായിട്ടുണ്ട്. നല്ലതുപോലെ ആ ഒരു 1.5 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊണ്ടുതന്നെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അടിയൊന്നും ഒട്ടൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഭാഗം ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു 3 മിനിറ്റും കൂടി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാം. അപ്പോഴേക്കും ആ ശർക്കര പാനി ആ അരിയിലൊക്കെ പിടിച്ച് നല്ലതായിട്ട് കിട്ടുള്ളൂ. എന്നാലേ ചോറിൽ നമുക്ക് ആ ശർക്കര പാനിയൊക്കെ മധുരമൊക്കെ പിടിച്ച് പാകത്തിനായിട്ട് കിട്ടുള്ളൂ. അപ്പം ശർക്കര പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ചക്കരച്ചോറ് എന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയാറുള്ളത്. നിങ്ങൾ എന്താണ് പറയുക എന്നുള്ളത് അതും കൂടി അറിയിക്കണേ. പാച്ചോറ് എന്നൊക്കെ പറയും, പല സ്ഥലത്തും പല പേരാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കണം. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒരുപാട് നെയ്യ് ചേർത്തിട്ടും ചില സ്ഥലത്തൊക്കെ ചിലർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മളൊന്നും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്രയധികം നെയ്യൊന്നും ചേർക്കില്ല. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്ക പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നല്ലതായിരിക്കും കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ചൂടൊക്കെ ആറുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ടതിനേക്കാളും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഒട്ടും കുഴഞ്ഞു പോവാതെ വേവൊന്നും ഏറാത്ത രീതിയിൽ തന്നെ പാകത്തിനായിട്ട് നമുക്ക് ചക്കരച്ചോറ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണോ ഉണ്ടാക്കാറുള്ളത് ഒന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഇവിടെ എല്ലാവർക്കും പപ്പടവും പഴമൊക്കെ നിർബന്ധമാണ്. അപ്പോൾ അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്